ഇത് ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വനിത, ഡൽഹിയിലെ പോലെ തന്നെ ഒരു വനിത റേപ്പ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും, മീഡിയാസിൻ്റെ ആണെങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ട്. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു പെൺകുട്ടി എന്ന നിലയിലും ഈ നടന്ന സംഭവത്തോട് ഒരു രീതിയിലും നമുക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റുന്നതല്ല. നമ്മളിപ്പോൾ വിട്ടു നിൽക്കുന്നത് ജനറൽ ഒ പി സർവീസുകളിൽ നിന്നും അതുപോലെ തന്നെ വാർഡ് ഡ്യൂട്ടി, എമർജൻസി അല്ലാത്ത വാർഡ് ഡ്യൂട്ടികളിൽ നിന്നുമാണ്, എമർജൻസി അല്ലാത്ത ബാക്കി ഡ്യൂട്ടികളിൽ നിന്നുമാണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഇന്ന് നമ്മൾ ഡ്യൂട്ടി എടുക്കാൻ വരുമ്പോൾ നാളെ രാവിലെ നമ്മുടെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ പേടിയാണ്. പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് എന്തുകൊണ്ട് അതൊരു ഡോക്ടർക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് മാത്രമായിട്ട് സമൂഹം കാണുന്നു എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. നമുക്കിതിൽ പൊതുജനങ്ങളോട് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത്, പൊതുജനങ്ങൾ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഡോക്ടർമാരുടെ ഇഷ്യൂ അല്ലേ, അതൊരു ക്ലോസ്ഡ് കാര്യമാണ്, അവരുടെ മാത്രം ഇഷ്യൂ ആണെന്നുള്ള രീതിയിലാണ് ചിന്ത എപ്പോഴും വരാറുള്ളത്. ഡോക്ടർമാരെന്ന് പറഞ്ഞാൽ രാഷ്ട്രീയമായിട്ട് പ്രതികരിക്കുന്ന ആൾക്കാരാണ്, ആ രീതിയിലൊക്കെയാണ് ചിന്ത എപ്പോഴും പോകാറുള്ളത്. പക്ഷെ അതങ്ങനെ അല്ല. അതിപ്പോൾ നമ്മൾ ലോകത്ത് നടക്കുന്ന ഏത് പ്രശ്നങ്ങളിലും, ഇപ്പോൾ കേരളത്തിൻ്റെ പൊതുയോരങ്ങളിൽ എന്തൊക്കെ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ടോ അതെല്ലാം ഈ മെഡിക്കൽ കോളേജിൻ്റെ ഉള്ളിൽ നടക്കാറുണ്ട്. അത് പൊതുയോഗങ്ങൾ അവിടെ നടക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് പുറത്തിറങ്ങി പറയേണ്ട കാര്യം വരാറില്ല എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ ഈ ഒരു വിഷയം വരുമ്പോൾ, അതിപ്പോൾ രോഹിത് വെമുലയുടെ ആണെങ്കിലും പലസ്തീനാണെങ്കിലും മണിപ്പൂരാണെങ്കിലും ഒക്കെ അതിൻ്റെ ഒക്കെ പ്രതിഷേധങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട്. പക്ഷേ ഈ ഒരു കാര്യം വരുന്ന സമയത്ത് ഇപ്പം ഞാൻ അടച്ചാക്ഷേപിക്കുന്നില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ നാളെ തന്നെ ഇന്ന് തന്നെ PSFI ഇതിൻ്റെ പ്രതിഷേധ പ്രകടനങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ആ രീതിയിൽ പൊതുജനങ്ങളിൽ നിന്നുകൊണ്ടുകൂടി ഇത് ഡോക്ടർ എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു വനിത, ഡൽഹിയിലെ പോലെ തന്നെ ഒരു വനിത റേപ്പ് കൊല്ലപ്പെട്ടിരിക്കുകയാണ്. അപ്പോൾ ആ രീതിയിലുള്ളൊരു പ്രതികരണം എല്ലാവരുടെ ഭാഗത്തുനിന്നും, മീഡിയാസിൻ്റെ ആണെങ്കിലും പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഉയർന്നു വരേണ്ടതുണ്ട് എന്നുള്ളത് കൂടിയാണ് എനിക്ക് പറയാനുള്ളത്. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു പെൺകുട്ടി എന്ന നിലയിലും ഈ നടന്ന സംഭവത്തോട് ഒരു രീതിയിലും നമുക്ക് മാനസികമായിട്ട് യോജിക്കാൻ പറ്റുന്നതല്ല. ഇത് അവരുടെ മാത്രം പ്രശ്നമല്ല. ഇന്ന് ഇന്ത്യയിൽ എന്തുമാത്രം റേപ്പ് കേസുകൾ നടക്കുന്നതെന്ന് നമുക്കറിയാം. ഇത് വെറും ഒരു റേപ്പ് കേസ് മാത്രമല്ല, ഒരു വർക്ക് പ്ലേസ് ഇൻസെക്യൂരിറ്റി കൂടെയാണ്. ഒരു ഡോക്ടർ എന്ന നിലയിലും ഒരു പെൺകുട്ടി എന്ന നിലയിലും നമ്മളും നാളെ ഇത് നമുക്കും നമ്മുടെ കൂടെയുള്ളവർക്ക് സംഭവിക്കുക എന്നുള്ള കൃത്യമായ ബോധം നമുക്കുണ്ട്. അതിനു വേണ്ടിയിട്ട് തന്നെയാണ് ഇന്ന് KMPGA ബാക്കി അസോസിയേഷൻ്റെ കൂടെ ഈ സമരം നടത്തുന്നത്. നമുക്കും വേണം സേഫ്റ്റി. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് ഒരിക്കലും ഇന്ത്യയിൽ ജോലി ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെയാണ് ഇവിടെയുള്ള പലരും നാട് വിട്ടു പോകുന്നത് തന്നെ, ഡോക്ടർമാരല്ല. ഇതുമായിട്ട് ഒരു രീതിയിലും നമുക്ക് സഹകരിക്കാൻ പറ്റില്ല. നമുക്ക് കൃത്യമായ ഉത്തരങ്ങൾ വേണം. ഇതിൻ്റെ കുറ്റവാളികളെ കൃത്യമായിട്ട് കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നു. ഇതെല്ലാം നടപ്പിലാക്കുന്നിടം വരെ നമ്മൾ സമരമായിട്ട് മുന്നോട്ട് പോകുന്നത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. സത്യം പറഞ്ഞാൽ നമുക്ക് പേടിയാണ്. ഇന്ന് നമ്മൾ ഡ്യൂട്ടി എടുക്കാൻ വരുമ്പോൾ നാളെ രാവിലെ നമ്മുടെ ജീവനോടെ ഉണ്ടാവും എന്നുള്ളത് തന്നെ പേടിയാണ്. പിന്നത്തെ പ്രശ്നം എന്താ വെച്ചാൽ, ഈ ഒരു ഇൻസിഡൻറ്റ് നടന്നിട്ട് എന്തുകൊണ്ട് അതൊരു ഡോക്ടർക്ക് നേരെയുള്ള ഒരു അറ്റാക്ക് മാത്രമായിട്ട് സമൂഹം കാണുന്നു എന്നതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഇത് ഏതൊരു വ്യക്തിക്കും ഏതൊരു സ്ത്രീക്കും അവർ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് വരാവുന്ന ഒരു സംഭവമാണെന്ന് അത് ജനറലൈസ് ചെയ്യപ്പെടാതെ ഇത് ഡോക്ടേഴ്സിന് നേരെയുള്ള ഒരു അറ്റാക്കാക്കി മാറ്റുകയും അതിനെ അങ്ങനെ വേർതിരിച്ച് കാണുകയും എന്തുകൊണ്ടൊരു മീഡിയ അറ്റൻഷൻ പോലും ഇതിന് കിട്ടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ പിന്നെ ചോദിക്കുന്നത്. പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലും വാട്സാപ്പിലൊക്കെ ആയിട്ട് സ്റ്റോറിയും സ്റ്റേറ്റസും ഒക്കെ ഇടുന്നത് ഞങ്ങൾ ഡോക്ടർ കമ്മ്യൂണിറ്റി തന്നെയാണ്. പലപ്പോഴും ഞങ്ങൾ ഉറങ്ങിക്കിടക്കുമ്പോഴും ഞങ്ങളോട് രാത്രി കൺസൾട്ടേഷൻ ഓരോ അവരെ പ്രിസ്ക്രിപ്ഷൻസും എല്ലാം അയച്ചു തന്ന് ഞങ്ങളോട് ചോദ്യം ചോദിക്കുന്ന ഞങ്ങളുടെ ഒരു റിലേറ്റീവ്സോ വേറെ നോൺ മെഡിക്കോ ഫ്രണ്ട്സോ പോലും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലുള്ളത്. ഇതൊക്കെ ഞങ്ങളുടെ ഓരോ കൺസേൺസാണ്. എന്തായാലും ഇതിനൊരു സൊല്യൂഷൻ ഉണ്ടാവും ഞങ്ങൾ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ ഇത് സമരം ആഹ്വാനം ചെയ്തിട്ടുള്ളത് രാജ്യവ്യാപകമായിട്ടുള്ള സമരമാണ്. അത് എല്ലാ സംസ്ഥാനത്തെയും റെസിഡൻറ്റ് ഡോക്ടേഴ്സ് അസോസിയേഷൻ്റെ ഒരു ജോയിൻ്റ് ആക്ഷൻ കൗൺസിൽ ഫോം ചെയ്തുകൊണ്ട് ഒരു 3 കാര്യങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഒന്ന്, ഇതിപ്പോൾ ഇന്നലെ തുടങ്ങിയ സമരമാണ് രാജ്യവ്യാപകമായി. അപ്പോൾ 72 മണിക്കൂറിനുള്ളിൽ ഈ പ്രവൃത്തി ചെയ്തിട്ടുള്ള കുറ്റവാളികളെ പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ RG കർ മെഡിക്കൽ കോളേജിലെ അധികാരികളെ ഇതൊരു സൂയിസൈഡൊക്കെ ആക്കി മാറ്റി തീർക്കാൻ ശ്രമിച്ചിട്ടുള്ള പ്രിൻസിപ്പൽ അടക്കമുള്ള ആൾക്കാർക്കെതിരെ ശക്തമായ നടപടികൾ വേണം. ഇപ്പോൾ സംഭവിച്ചിട്ടുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ആൾ റിസൈൻ ചെയ്തു, പക്ഷേ പിറ്റേ ദിവസം തന്നെ ആളെ വേറൊരു മെഡിക്കൽ കോളേജിൽ പ്രിൻസിപ്പളായിട്ട് നിയമിക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത്. മൂന്നാമത്തെ കാര്യം, ഈ സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട്, അതായത് ഹോസ്പിറ്റൽ പ്രൊട്ടക്ഷൻ ആക്ട് കേരളത്തിൽ നിലവിലുണ്ട്. പക്ഷേ അത് സെൻട്രൽ പ്രൊട്ടക്ഷൻ ആക്ട് ഒരു കരട് 2019 തന്നെ ഉള്ളതാണ്. പക്ഷേ അത് നടപ്പിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ ഉണ്ടാവണം. അതിന്മേൽ എന്തെങ്കിലും ഉറപ്പ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം. ഈ 3 കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സ്ട്രൈക്ക് പ്രഖ്യാപിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ 3 ദിവസത്തെ സ്ട്രൈക്കാണ്. അത് ഇന്നലെ, ഇന്ന്, നാളെ ഇങ്ങനെ 3 ദിവസത്തെ സ്ട്രൈക്കാണ് നിലവിൽ ജോയിൻ്റ് ആക്ഷൻ കൗൺസിൽ രാജ്യവ്യാപകമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇപ്പം നിലവിൽ KMPGA, കേരള മെഡിക്കൽ PG അസോസിയേഷൻ, നിലവിൽ 1 ദിവസത്തെ സ്ട്രൈക്കാണ് അനൗൺസ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായിട്ട് ബാക്കി ഇതിൻ്റെ തീരുമാനങ്ങൾ അനുസരിച്ച് അത് സ്ട്രൈക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം. അത് പിന്നീട് അറിയാൻ പറ്റുള്ളൂ.
നമ്മളിപ്പോൾ വിട്ടു നിൽക്കുന്നത് OP ജനറൽ OP സർവീസുകളിൽ നിന്നും അതുപോലെ തന്നെ വാർഡ് ഡ്യൂട്ടി എമർജൻസി അല്ലാത്ത വാർഡ് ഡ്യൂട്ടികളിൽ നിന്നുമാണ് എമർജൻസി അല്ലാത്ത ബാക്കി ഡ്യൂട്ടികളിൽ നിന്നുമാണ് ഇപ്പോൾ വിട്ടു നിൽക്കുന്നത്. ICU അതുപോലെ തന്നെ കാഷ്വാലിറ്റി എമർജൻസി ആയിട്ടുള്ള ഓപ്പറേഷനുകൾ അതെല്ലാം നടക്കുന്നുണ്ട്. ഇനി അപ്പം ഈ സർവീസുകളിൽ നിന്നാണ് OP അതുപോലെ തന്നെ വാർഡ് അതുപോലെ തന്നെ എലക്റ്റീവായിട്ടുള്ള സർജറികൾ നേരത്തെ പ്ലാൻ ചെയ്തിട്ടുള്ള എമർജൻസി അല്ലാത്ത സർജറികൾ ഇതിൽ നിന്നൊക്കെയാണ് നമ്മളിപ്പോൾ വിട്ടു നിൽക്കുന്നത്.